നമസ്കാരം. തിരുവനന്തപുരം നെട്ടയത്തുണ്ടായ ബി.ജെ.പി. CPM സംഘർഷം പുതിയ രാഷ്ട്രീയ തലങ്ങളിലേക്ക് മാറുന്നു. ബി.ജെ.പി. പ്രവർത്തകരെ മർദ്ദിച്ച വട്ടിയൂർക്കാവ് SHOയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മുൻ DGPയും ബി.ജെ.പി. നേതാവുമായ R. ശ്രീലേഖ പരസ്യമായി രംഗത്ത് വന്നു. നടപടിയില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണ ഇരിക്കുമെന്നാണ് ശ്രീലേഖയുടെ മുന്നറിയിപ്പ്. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ തർക്കം രാഷ്ട്രീയ സംഘർഷമായി മാറി നെട്ടയത്ത് ഇപ്പോഴും കടുത്ത രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ്. CPM പ്രവർത്തകൻ ബി.ജെ.പി. പ്രവർത്തകയ്ക്ക് നേരെ നഗ്നത പ്രദർശനം നടത്തിയെന്ന ആരോപണമാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ബി.ജെ.പി. CPM പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് ഇടപെട്ടിട്ടും ആദ്യഘട്ടത്തിൽ സ്ഥിതി നിയന്ത്രിക്കാനായില്ല. സംഘർഷത്തിനിടെ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന 80ഓളം പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 6 ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശാസ്ത്രമെങ്കിൽ കൗൺസിലർ കൂടിയായ R. ശ്രീലേഖയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ബി.ജെ.പി. പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച വട്ടിയൂർക്കാവ് SHOയ്ക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച സിറ്റി പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ശ്രീലേഖ വാട്സ്ആപ്പ് സന്ദേശം അയച്ചു. പോലീസിന്റെ നീതിബോധത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് എന്നും നടപടി ഉണ്ടായില്ല എങ്കിൽ DGP ഓഫീസ് പരിസരത്ത് താൻ നേരിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങുമെന്നുമാണ് അവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ സമാധാന അന്തരീക്ഷം തകർക്കുവാനാണ് ബി.ജെ.പി. RSS ശ്രമമെന്നാണ് CPM ആരോപിക്കുന്നത്. പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച AR ക്യാമ്പിന് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതും വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 6 ബി.ജെ.പി. പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നാടകീയമായ രംഗങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കസ്റ്റഡിയിലുള്ളവർക്ക് പിന്തുണ അറിയിച്ച ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനും V.V. രാജേഷും ആശുപത്രിയിലെത്തിയിരുന്നു. കസ്റ്റഡിയിലുള്ളവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരം മേയറായ V.V. രാജേഷും ആശുപത്രിയിലെത്തിയിരുന്നു. പോലീസിലെ നടപടി ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച ബി.ജെ.പി. പ്രവർത്തകർ ആശുപത്രി പരിസരത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രോശം ഉയർത്തിയത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുവെന്ന ആരോപണമാണ് ബി.ജെ.പി. പ്രകോപിപ്പിച്ചത്. പോലീസും പ്രവർത്തകരും തമ്മിൽ AR ക്യാമ്പിന് മുന്നിൽ വച്ചുണ്ടായ വാക്കുതർക്കം പിന്നീട് തെരുവിലെ കല്ലേറിലേക്കും ലാത്തിചാർജിലേക്കും നീങ്ങുകയായിരുന്നു. മർദ്ദനമേറ്റ പ്രവർത്തകരിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കളും അയൽക്കാരുമായ സുനിൽ, ബിനു എന്നിവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു സംഘർഷമുണ്ടായത്. ഒരു പെൺകുട്ടിയെ ഇവരിൽ ഒരാൾ അസഭ്യം പറഞ്ഞതായി വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വരികയായിരുന്ന സുനിലിനെ മലമുകളിൽ വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. സുനിലിനെ പെരൂർക്കട ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ സുനിലിനെ പിന്തുണച്ചുകൊണ്ട് ബി.ജെ.പിയും എതിർത്ത് CPMഉം രംഗത്ത് വന്നു. വട്ടിയൂർക്കാവ് പോലീസ് ഏകപക്ഷീയമായാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകർ രംഗത്ത് വരികയായിരുന്നു. വൈകിട്ട് 7ഓടെ ഇരുവിഭാഗവും മലമുകൾ ജംഗ്ഷനിൽ നിറഞ്ഞതോടെ പോലീസും സ്ഥലത്തെത്തി. കൂടി നിന്നവരെ ഓടിക്കുവാൻ പോലീസ് ലാത്തിചാർജ് നടത്തിയതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ദീപുവിന് കല്ലേറിൽ പരിക്കേറ്റിരുന്നു.